ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാണെന്നറിയോ, നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണെങ്കിലും അവിടെയും അതാണ് ഒരു പ്രത്യേകത. നമ്മൾ രാവിലെ പാവടം പ്ലേസ് ആയിരുന്നു. ഇവിടെ കുറേ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ കുടജാദ്രിയിൽ നിങ്ങൾ പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും എല്ലാവരും മലയാളം പഠിച്ചു വെച്ചേക്കുവാണല്ലേ. കന്നഡക്കാർ വരെ മലയാളം പഠിച്ചു വെച്ചേക്കുവാണ്. കാരണം ഇവിടെ ഫുള്ള് മലയാളികളാണ്. സാധാരണ മലയാളികളുടെ സന്ദർശനമാണ് ഇവിടെ കൂടുതൽ. ഇവിടെ കുറെ മയൂര ഗസ്റ്റ് ഹൗസ് കുറച്ചുണ്ട്. നാളെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകും. അപ്പൊ എല്ലാരും റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. ഈ കളി വേണം എനിക്ക്. അങ്ങനത്തെ നടത്തുമായിരുന്നല്ലോ, നിസ്സാര കാലത്തല്ലല്ലോ, നേരെ നടക്കല്ലോ ഇത്. അങ്ങനത്തെ നേരെ നടക്കണമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വളഞ്ഞോ നമ്മൾ പോവാണ്. ഇങ്ങോട്ട് കടന്ന് ഇനിയും പോവാനുണ്ട് ദേവിയുടെ സ്ഥലത്തേക്ക്. ഇവിടുത്തെ ഒരു ഔഷധം കിട്ടും. പിന്നെ അവിടെ കുറെ പ്രസാദം നിങ്ങൾ വാങ്ങിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടുത്തെ നമുക്ക് മാക്സിമം ഉള്ള സ്ഥലങ്ങളും അമ്പലങ്ങളും ഒക്കെ ദർശിച്ചിട്ട് വേണം പോവാനായിട്ട്. വെറുതെ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വെറുതെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചു. കുടജാദ്രി പോയിട്ട് വന്നിട്ടേ കുടജാദ്രിയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലായിരുന്നോ? നല്ലായിരുന്നോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? പിന്നെ കാല് വയ്യാത്തവരൊന്നും പോകണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അതെ, പോയി കഴിഞ്ഞാൽ അതെ കൊറേ പ്രാവശ്യം സ്ലിപ്പ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലേ? രംഗോലിയാണെന്ന് തോന്നുന്നു. രംഗോലിയാണോ അച്ഛാ? രംഗോലിയാണോ? എന്തോ രാജ പോലോ പോലം. എന്റെ കാലിന് വേന. നമ്മൾ നടന്നു പോകണം. ഈ റോഡിൽ ഇങ്ങനെ ഒരിതാണ് എനിക്കറിയാം. ഇവിടെയൊക്കെ അമ്പലങ്ങളിലും കാര്യങ്ങളും ഒക്കെ അമ്പലത്തിൻ്റെതായ ഒരു ചവിട്ടല്ലേ നിങ്ങൾ കണ്ടുകിട്ട് കാണാത്ത പോലെ അതുകൊണ്ട് അവിടെയൊക്കെ ഇവിടെയൊക്കെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പൗർണമി 10-ാമതെയോ അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ വഴിയിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിച്ചു വേണം. പോതേണ്ട കാളയാണ് ഇരിക്കുന്നത്. കളക്കള. അപ്പോൾ സൈഡിൽ ഗോലി കുളമൊക്കെ കാണും.